തിരുവനന്തപുരം കിളിമാനൂരിലെ മണ്ണ് കടത്തലിന് പിന്നിൽ നടന്ന വലിയ അട്ടിമറി. ദേശീയപാത നിർമ്മാണത്തിന് കരാറെടുത്ത ശിവാലയ കമ്പനിക്ക് വേണ്ടിയാണ് വ്യാജരേഖ ചമച്ച് മണ്ണ് കടത്തിയത്. മണ്ണെടുപ്പിനായി കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിലും ഭൂ ഉടമയുടെ ഒപ്പ് വ്യാജമെന്ന് തെളിഞ്ഞു. 24 വാർത്തയ്ക്ക് പിന്നാലെ കമ്പനിയുടെ പെർമിറ്റ് ജിയോളജി വകുപ്പ് സ്റ്റേ ചെയ്തു. അന്വേഷണം നോട്ടറി അഭിഭാഷകനിലേക്കും വില്ലേജ് ഓഫീസറിലേക്കും നീളുകയാണ്. കിളിമാനൂരിൽ 52 സെന്റ് കുന്നിടിച്ച് മണ്ണ് കടത്തിയതിലാണ് അടിമുടി ക്രമക്കേട്. ജിയോളജി വകുപ്പിന് ഭൂവുടമയുടേതെന്ന പേരിൽ നൽകിയ സമ്മതപത്രം വ്യാജമാണെന്ന് തെളിഞ്ഞതോടെയാണ് അട്ടിമറികൾ ഓരോന്നും പുറത്തു വന്നത്. കമ്പനിക്ക് വേണ്ടി ഭൂവുടമയുടെ പേരിൽ ഇടനിലക്കാരായ മണ്ണ് മാഫിയ സംഘമാണ് കരാറിലേർപ്പെട്ടത്. കമ്പനിയുമായി ഉണ്ടാക്കിയ ഈ കരാറിലെ ഒപ്പം വ്യാജമാണ്. സ്ഥല ഉടമ തന്നെ അത് സ്ഥിരീകരിച്ചു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആധാറൊക്കെ അവരൊക്കെ എവിടെ നിന്ന് കിട്ടിയാന്തോ അറിയാൻ വയ്യ. ഇനി പെരയുടെ എഴുതാൻ കൊടുത്ത സമയത്ത് അങ്ങനെ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് അങ്ങനെ എടുത്ത് വെച്ചിരുന്നാന്ന് അറിയത്തില്ല. അല്ലാതെ ഞാൻ എൻ്റെ ആധാർ അങ്ങനെയുള്ള ഒരു രേഖകളും വാങ്ങിച്ചിട്ടുമില്ല. ഞാൻ ഒരു ഒപ്പിട്ട് കൊടുത്തിട്ടുമില്ല ഒന്നിലും. സ്ഥല ഉടമ അറിയാതെയാണ് നോട്ടറി വക്കീൽ സമ്മതപത്രം സാക്ഷ്യപ്പെടുത്തിയത്. ഇതിലും അന്വേഷണമുണ്ടാകും. ഉടമയുടെ സാന്നിധ്യമോ അറിവോ ഇല്ലാതെ വില്ലേജ് ഓഫീസർ പൊസഷൻ സർട്ടിഫിക്കറ്റും ലൊക്കേഷൻ സർട്ടിഫിക്കറ്റും നൽകിയതിലും ദുരൂഹത. കള്ള ഒപ്പാണ് ഇട്ട് കൊടുത്തത്. അമ്മയുടെ ഒപ്പ് ഇതുമായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതേ കണക്ക് ഈ ഒരു അഫിഡവിറ്റ് ഒരു അഡ്വക്കേറ്റ് കൊടുത്തേക്കുന്നു, ഇത് കണ്ട് ബോധ്യപ്പെട്ടതായിട്ട്. ഇത് അമ്മയെ വന്ന് കാണുകയോ ഒന്നും ചെയ്യാതെ ഒരു നോട്ടറി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൊക്കെ ഇവിടെ ജീവിക്കണ്ടേ? അവരെ ഈ രീതിയിലൊക്കെ കഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസിൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യേണ്ട കാര്യം അവർ ശരിക്കും മാനുവലായിട്ട് ചെയ്തേക്കണം. അതെല്ലാം ഈ ഇതിലുണ്ട്, ഈ ഫയലിലുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഈ സാധാരണക്കാരൻ്റെ യഥാർത്ഥത്തിൽ ഈ വസ്തു തന്നെ ഇപ്പം നമ്മളെ പേരെ ഉണ്ടാകുന്നുള്ള കാര്യം തന്നെ സംശയമാണ്. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെ മണ്ണ് മറ്റാവശ്യങ്ങൾക്ക് കടത്തുന്നതായും പരാതിയുണ്ട്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.